വീണ്ടും പിണറായി വിജയനെതിരെ എൻഎസ്എസ് പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഇത്തവണ ശബരിമല വിഷയത്തിലല്ലെന്നു മാത്രം. മുന്നോക്ക വികസന ക്ഷേമ കോർപ്പറേഷൻ വഴി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് ഒഴിവാക്കിയതിൽ പ്രതിഷേധമാണ് ഇപ്പോൾ എൻഎസ്എസ് അറിയിച്ചിരിക്കുന്നത്. സർക്കാരിനെതിരെ എൻഎസ്എസ് തിരിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മുന്നോക്ക വികസന ക്ഷേമ കോർപ്പറേഷൻ വഴി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് ഒഴിവാക്കിയതിലാണ് പ്രതിഷേധം. ബജറ്റിൽ 17 കോടി രൂപ നീക്കിവച്ചിരുന്നെങ്കിലും 20% തുക മാത്രമാണ് സർക്കാർ അനുവദിച്ചത്. ഇതേ തുടർന്ന് സ്കോളർഷിപ്പിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഒഴിവാക്കിയിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഈ നടപടി ന്യായീകരിക്കാനാകില്ലെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അവകാശം സർക്കാർ അന്യായമായി തടയുകയാണ്. ഇത് അധാർമികവും വിവേചനപരവുമാണ്. ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകും മുൻപ് തന്നെ സ്കോളർഷിപ്പ് വിതരണം പൂർത്തിയാക്കണമെന്നും സുകുമാരൻ നായർ ആവശ്യപ്പെട്ടു. ബജറ്റിൽ 17 കോടി രൂപ ഇതിനായി വകയിരുത്തിയിട്ടും പ്രളയക്കെടുതി മൂലം അതിന്റെ 20% വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇതിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഒഴിവാക്കുമ്പോൾ അത് കൂടുതൽ അന്യായമായി മാറുന്നു. ഏതായാലും വീണ്ടും എൻഎസ്എസ് സർക്കാരിനെതിരെ തിരിയുമ്പോൾ അത് ഗൗരവമുള്ളതാവുകയാണ്. സാമ്പത്തിക വർഷം തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാന വിഹിതമോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ വിഹിതമോ ഇതുവരെ അനുവദിച്ചിട്ടില്ല. സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികളുടെ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രശ്നമെന്ന് ധനവകുപ്പ് ആവർത്തിക്കുമ്പോഴും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. ഈ മാസം കഴിഞ്ഞാൽ കേന്ദ്ര ഫണ്ട് ലാപ്സാകും. സംസ്ഥാന വിഹിതം നൽകാനുമാകില്ല. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് നൽകുന്നതാണ്. കുടുംബത്തിന്റെ വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപയാണ്. പിന്നോക്ക വിഭാഗ വികസന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക നൽകും. കേന്ദ്രവിഹിതം കുറഞ്ഞാലും 25 കോടി സംസ്ഥാനം അനുവദിക്കാറാണ് പതിവ്. കഴിഞ്ഞ വർഷം വരെ LP 750, UP 900, ഹൈസ്കൂൾ 1000 എന്നിങ്ങനെയായിരുന്നു സ്കോളർഷിപ്പ്. പിന്നെ എല്ലാവർക്കും 1500 രൂപ വീതമാക്കി ഏകീകരിച്ചു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സ്കോളർഷിപ്പ് തുക ഇതിലും അധികമായതിനാൽ ഹൈന്ദവ പിന്നോക്ക വിഭാഗക്കാരാണ് മിക്കവാറും ഇതിന്റെ ഗുണഭോക്താക്കൾ. ഏതായാലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് എൻഎസ്എസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഈ വിമർശനങ്ങൾ ഏത് രീതിയിലായിരിക്കും സർക്കാർ പ്രതികരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും മുന്നോക്ക വികസന ക്ഷേമ കോർപ്പറേഷൻ വഴി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഏതായാലും സർക്കാരിനെതിരെ എൻഎസ്എസ് പ്രത്യേകിച്ചും സുകുമാരൻ നായർ പ്രസ്താവനയുമായി ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കും ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നത്?